ബോളിവുഡിനെ സംബന്ധിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നൊരു വർഷമായിരുന്നു 2023. റിവ്യൂ ബോംബിംഗ്, കോണ്ടന്റ് ക്വാളിറ്റി, സ്ക്രിപ്റ്റ് സെലക്ഷൻ, ബോക്സ് ഓഫീസ് റെക്കോർഡ്, ഈ വാക്കുകളെല്ലാം തന്നെ മലയാളി പ്രേക്ഷകർ കേട്ട് തഴമ്പിച്ചതാണെന്ന് എടുത്തു പറയണ്ടല്ലോ. പല സംവിധായകരും തിരക്കഥാകൃത്തുക്കളും തലകുത്തി നിന്ന് ശ്രമിച്ചിട്ടും മലയാള സിനിമ കൊണ്ട് തിയേറ്റർ നിറയ്ക്കാൻ പറ്റാതെ പോയി. പക്ഷേ അതിനിടയിലും ഒരു ചില സിനിമകൾ വലിയ കുഴപ്പമില്ലാതെ ഓടി. പക്ഷേ ആ സിനിമകൾക്കൊന്നും തന്നെ മോളിവുഡിനുണ്ടായ ഈ പ്രതിസന്ധിയിൽ നിന്നും അതിനെ കൈപിടിച്ച് കയറ്റാൻ കഴിഞ്ഞില്ല. 10 സിനിമ ഇറങ്ങുമ്പോൾ അതിൽ ഒന്ന് മാത്രം വിജയിക്കുകയും അതിന്മേൽ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന പ്രേക്ഷകരെ കൂടുതൽ നിരാശപ്പെടുത്തിക്കൊണ്ട് തുടരെ സിനിമകൾ പരാജയപ്പെടുകയും ചെയ്തു. മാത്രമല്ല, പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്ന അവരുടെ സൂപ്പർ താരങ്ങൾ പോലും നല്ലൊരു സിനിമ ഇറക്കാനാവാതെ ബുദ്ധിമുട്ടി. അപ്പോഴും അന്യഭാഷാ സിനിമകൾ ഇവിടെ കളം നിറഞ്ഞാടുകയായിരുന്നു. മലയാളി പ്രേക്ഷകർ ഇതെല്ലാം കണ്ട് മോളിവുഡിനോട് ഒരേ സ്വരത്തിൽ പറഞ്ഞു, അതൊക്കെ കണ്ട് പഠിക്കടാ. അല്ല, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി പുറത്തിറങ്ങിയ പല വമ്പൻ സിനിമകളും ഈ കാലത്തിനിടയിൽ കൂപ്പുകുത്തിയ അവസ്ഥയാണല്ലോ ഉണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ 2023 അവസാനിക്കാറായപ്പോൾ മലയാള സിനിമാ ലോകം അക്ഷരാർത്ഥത്തിൽ ക്ഷീണിച്ച് ചുക്കിച്ചുളിഞ്ഞു എന്ന് പറയാം. അങ്ങനെ ക്ഷീണിച്ച് വയ്യാതായ മലയാള സിനിമയ്ക്ക് ആദ്യ ട്രീറ്റ്മെൻറ്റ് എന്ന നിലയ്ക്ക് 2024 തുടക്കത്തിൽ ഒരു സൈക്കോളജിക്കൽ മെഡിക്കൽ ക്രൈം ത്രില്ലർ പുറത്തിറങ്ങി, എബ്രഹാം ഓസ്ലർ. ഉള്ളത് പറയാലോ, ആ ട്രീറ്റ്മെൻറ്റ് ഏറ്റു. പടം സൂപ്പർ ഹിറ്റായി, പ്രേക്ഷകർ അത് നെഞ്ചിലേറ്റി. അങ്ങനെ നല്ലൊരു തുടക്കം കുറിച്ച 2024 മലയാളം സിനിമാ ലോകത്തിന് ഒരു ബൂസ്റ്റർ ഡോസ് എന്ന് പറയാവുന്നതുപോലെ പിന്നീട് ഒരു വമ്പൻ വരവ് വന്നത് വാലിബനാണ്. മലൈക്കോട്ടെ വാലിബൻ. ദൃശ്യമികവും മേക്കിംഗ് ക്വാളിറ്റിയും കൊണ്ട് വ്യത്യസ്തമായി പുറത്തിറങ്ങിയ ഈ സിനിമ പക്ഷേ ഒരു മിക്സഡ് റിവ്യൂവിലേക്കാണ് പോയത്. പലരും ആ സിനിമയെ തള്ളിപ്പറയുകയും അതിൻ്റെ വേഗതയെ ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ ആ അഭിപ്രായത്തെ മുഴുവൻ എതിർത്തുകൊണ്ട് നിരവധി സിനിമാ പ്രേമികൾ വാലിബനെ ഏറ്റെടുത്തു. വാലിബന് തൊട്ടു പിന്നാലെ ഒരുപാട് കാലങ്ങളായി മലയാളികൾ അന്വേഷിച്ചുകൊണ്ട് നടന്ന ഒരു കിടിലൻ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറും ഇറങ്ങി, അന്വേഷിപ്പിൻ കണ്ടെത്തൂ. ടൊവിനോ തോമസ് നായകനായ ഈ സിനിമ സംവിധാനം ചെയ്തത് പുതുമുഖ സംവിധായകനായ ഡാർവിൻ കുര്യാക്കോസാണ്. ടെക്നോളജി ഇല്ലാത്ത 900 കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കുറ്റാന്വേഷണമാണ് സിനിമയുടെ പശ്ചാത്തലം. ഒരു ആവറേജ് പടം മാത്രം പ്രതീക്ഷിച്ച് തിയേറ്ററിലെത്തിയ പ്രേക്ഷകർക്ക് നല്ലൊരു വിരുന്നായിരുന്നു അന്വേഷിപ്പിൻ കണ്ടെത്തും. ഇതിൻ്റെ ചർച്ചകളും വിശകലനങ്ങളും ഒരു വഴിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഗിരീഷ് ഏടിയും പിള്ളേരും കൂടി ഫെബ്രുവരി 9 മിനി കൂപ്പറിൽ ഒരു വരവ് വന്നു. ഭാവന സ്റ്റുഡിയോസിൻ്റെയും നെസ്ലിൻ്റെയും മമിതയുടെയും അങ്ങനെ ഇഷ്ടതാരങ്ങളുടെ എല്ലാം പ്രേമലും. കോണ്ടന്റ് ഓറിയൻറ്റഡ് ത്രില്ലർ എക്സ്പെരിമെൻ്റ് സിനിമകൾ കണ്ട് ഒരു ലെവലിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന മലയാളി പ്രേക്ഷകർക്ക് പ്രേമലു ഒരു എക്സാക്ട് ഫൺ റൈഡ് തന്നെയായിരുന്നു. അങ്ങനെ ബോക്സ് ഓഫീസ് റെക്കോർഡ് തകർത്തെറിഞ്ഞ് ചീറിപ്പാഞ്ഞ് 100 പ്രേമലു പറന്നു. ആ റൈഡ് കഴിഞ്ഞ് നേരെ ചെന്ന് കയറിയത് പഴയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മനയിലേക്ക്. അല്ല, ഇതിപ്പോൾ എന്താ സംഭവിച്ചേ, എവിടെയാണ് വന്നിറങ്ങിയേ എന്നാലോചിച്ച് വട്ടം കറങ്ങി നിൽക്കുന്ന സമയത്ത് മനയ്ക്കുള്ളിൽ നിന്ന് വടിയൊക്കെ കുത്തിപ്പിടിച്ച് ഒരാൾ ഇറങ്ങി വരും. എന്നിട്ട് നേരെ നോക്കി ചിരിച്ചോണ്ടൊരു ഡയലോഗ്, എൻ്റെ മനക്കിലേക്ക് സ്വാഗതം. എല്ലാവരും ഒന്ന് കിടുങ്ങി നോക്കുമ്പോൾ മുമ്പിൽ ആരാ? സാക്ഷാൽ മമ്മൂട്ടി. പുള്ളി നമ്മളെ രാഹുൽ സദാശിവൻ്റെ ചാത്തനും യക്ഷിയും നിറഞ്ഞാടിയ ഭ്രമയുഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇനി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിലിരുന്ന് കണ്ടില്ല എന്നുള്ള പരാതി വേണ്ട. ഇന്നേ വരെ മലയാളത്തിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു സിനിമ. പ്രകടനം കൊണ്ട് ഗംഭീരമായ രാഹുൽ സദാശിവൻ്റെ ഭ്രമയുഗത്തിലെ ഫാൻറ്റസിയുടെ അഗാധ ഗർത്തത്തിലേക്ക് വീണുപോയ മലയാളി പ്രേക്ഷകരെ അവിടുന്ന് വലിച്ചു പൊക്കിയെടുക്കാൻ വന്നത് മഞ്ഞുമല്ല കുറച്ച് പിള്ളേരാണ്. ത്രില്ലടിപ്പിച്ച് തിയേറ്ററിലെ സകലമാന മനുഷ്യരെയും കൊണ്ട് അവർ കൺമണി അൻപോട് കാതലൻ എന്ന പാട്ട് ഉറക്കെ പാടിച്ചു. റൊമാൻറ്റിക് ആയിരുന്നൊരു പാട്ട് കേൾപ്പിച്ച് തിയേറ്ററിൽ റൊമാൻറ്റിഫിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ സക്കീർ ബായ്ക്ക്? ബട്ട് ഐ ക്യാൻ. സെറ്റ് ചിദംബരം. ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കാസ്റ്റിംഗ് തുടങ്ങി ആർട്ട്, ക്യാമറ, എഡിറ്റിംഗ്, സൗണ്ട് ഡിസൈൻ ഇതെല്ലാം പെർഫെക്റ്റ്ലി ബ്ലെൻഡ് ചെയ്ത് ഇതുപോലൊരു സിനിമ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ട് തന്നെ ആവണം കേരളത്തിൽ മാത്രമല്ല അങ്ങ് തമിഴ്നാട്ടിലും മഞ്ഞുമൽ ബോയ്സ് സീൻ മാറ്റുന്നുണ്ട്. 2024 എന്ത് ഗംഭീര തുടക്കം അല്ലേ? ഈ പറഞ്ഞ സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്നും അതിന് കാരണം എന്താണെന്നും പറ്റിയാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഇനിയും വരാനിരിക്കുന്ന ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിലുണ്ടാവട്ടെ.